ഏവരെയും പുതിയ വാർത്തകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അമേരിക്ക എന്തിനാണ് എല്ലാവരും ഭയക്കുന്നത്? ഇത് സാധാരണക്കാരായ ആരെയും കുഴയ്ക്കുന്ന ഒരു ചോദ്യമാണ്. അവർക്ക് പറയാനുള്ളത് അമേരിക്ക വൻ ശക്തിയാണ്, അവർക്ക് ആയിരക്കണക്കിന് ആണവായുധങ്ങളുണ്ട്, അതുമാത്രമല്ല മറ്റു രാജ്യങ്ങളെക്കാൾ വലിയ തോതിൽ ആയുധങ്ങളും യുദ്ധക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും ഒക്കെ ഉണ്ട്. ഇതെല്ലാം വെച്ച് അമേരിക്ക അവരെ അനുസരിക്കാത്ത രാജ്യത്തെ ആക്രമിക്കും. ഇനി അതല്ല, അമേരിക്കയ്ക്ക് ഒറ്റയ്ക്ക് യുദ്ധം ചെയ്ത് ജയിക്കാനാവില്ലെങ്കിൽ അമേരിക്കൻ പക്ഷത്തുള്ള മറ്റു രാജ്യങ്ങളുമായി, അതല്ലെങ്കിൽ UN പക്ഷത്തുള്ള രാജ്യങ്ങളെല്ലാം കൂട്ടിക്കൊണ്ട് അമേരിക്ക ആ രാജ്യത്തെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കും, അവരെ നശിപ്പിക്കും എന്നൊക്കെയാവും. എന്നാൽ ഇത് മാത്രം കൊണ്ട് അമേരിക്കയെ പേടിക്കേണ്ടതുണ്ടോ എന്ന് നമുക്ക് സംശയിക്കാം. അങ്ങനെയെങ്കിൽ അമേരിക്ക എതിർക്കുന്ന കുറേ രാജ്യങ്ങളെല്ലാം കൂടി മറുവശത്ത് കൂടിക്കൊണ്ട് അമേരിക്കയെ തിരിച്ചടിച്ചാൽ പോരെ, അങ്ങനെ അവരെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. അതും ശരിയാണ്. സംഘം ചേരാതെ തന്നെ അമേരിക്ക വിയറ്റ്നാം ഒറ്റയ്ക്ക് തോൽപ്പിച്ചിട്ടുണ്ട്. അതുകൂടാതെ അഫ്ഗാനിൽ നിന്നും അമേരിക്കയ്ക്ക് തിരിച്ചോടേണ്ടി വന്നിട്ടുണ്ട്. ഹൂത്തികളോട് തോറ്റിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഇറാനിൽ നിന്നും അമേരിക്ക ശരിക്കും തോറ്റിരിക്കുക തന്നെയാണ്. കുറെ ആയുധങ്ങൾ ഉപയോഗിച്ച് ശത്രു രാജ്യത്തെ ആക്രമിക്കുകയോ അവരുടെ കുറെ കെട്ടിടങ്ങൾ തകർക്കുകയോ കുറെ ആളുകളെ കൊല്ലുകയോ ഒന്നുമല്ല. അമേരിക്കയുടെ വിജയം അതാവുന്നുമില്ല. അമേരിക്ക തോൽക്കുന്നു എന്ന് പറയുന്നത് എന്തിന്റെ പേരിലാണോ അവർ യുദ്ധം ചെയ്യാൻ പോയത്, ആ ലക്ഷ്യം നേടാൻ കഴിയാതെ അമേരിക്കയ്ക്ക് തിരികെ പോകേണ്ടി വരുമ്പോഴാണ്. അതല്ലാതെ അമേരിക്കയേക്കാൾ ആയുധശേഷി കുറഞ്ഞ ഒരു രാജ്യത്ത് കുറെ നാറ്റോ രാജ്യങ്ങളെയും കൂട്ടി അവരെ ആക്രമിച്ചതിൽ വലിയ കാര്യമൊന്നുമില്ല. അമേരിക്ക രാജ്യത്തെ ആക്രമിക്കാൻ കാരണമായ സിസ്റ്റം ഈ യുദ്ധത്തിന് ശേഷവും അവിടെ നിലനിൽക്കുകയോ യുദ്ധം അടുത്ത് നഷ്ടത്തോടെ അമേരിക്ക പിന്മാറേണ്ടി വരികയോ ചെയ്താൽ അത് അമേരിക്കയുടെ പരാജയം എന്ന് വിലയിരുത്തേണ്ടി വരും. ഇറ്റലിയുടെയും ജർമ്മന്റെയും ജപ്പാന്റെയും ഒക്കെ മേൽ രണ്ടാം ലോകമഹായുദ്ധത്തിൽ അമേരിക്ക നേടിയത് ഒരു സമ്പൂർണ്ണ വിജയം തന്നെയാണ്. ഈ രാജ്യങ്ങൾ പൂർണ്ണമായി നശിപ്പിക്കുകയും ഈ രാജ്യത്തെ സിസ്റ്റങ്ങളെ, അതായത് അമേരിക്ക എന്തിനു വേണ്ടിയാണ് ആ രാജ്യങ്ങളുമായി യുദ്ധം ചെയ്തത്, അവരുടെ ഭരണകൂടത്തെ മാറ്റാനും പുതിയൊരു ഭരണകൂടത്തെ കൊണ്ടുവരാൻ വേണ്ടിയൊക്കെ ആയിരുന്നു അത് യുദ്ധം ചെയ്തത്. അതവർക്ക് ഈ പറഞ്ഞ രാജ്യങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ യുദ്ധം അവർക്ക് വിജയിക്കാനും കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് വിലയിരുത്താം. തന്നെയുമല്ല, അമേരിക്ക ജർമ്മനിയെ രണ്ടായി വിഭജിക്കുക വരെ ചെയ്തു. ഇറാഖിലും അമേരിക്ക യുദ്ധവിജയം നേടി എന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താൻ കഴിയും. കാരണം അവിടെയും സദ്ദാം ഹുസൈനെ അട്ടിമറിക്കുകയും ആ രാജ്യം തകർത്ത് തരിപ്പണമാക്കുകയൊക്കെ ചെയ്തതോടുകൂടി അവിടെയും വേണമെങ്കിൽ യുദ്ധം വിജയിച്ചു എന്ന് വേണേൽ പറയാം. പക്ഷേ എങ്കിലും ഈ രാജ്യത്ത് നിന്നും അമേരിക്കയ്ക്ക് യുദ്ധനഷ്ടം ഈടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം. ഈ യുദ്ധനഷ്ടം ഈടാക്കിയില്ല എന്ന് പറയുന്നത് അതൊരു യുദ്ധപരാജയമല്ല. അവർ സാധാരണ യുദ്ധം ചെയ്യുന്ന രാജ്യങ്ങളിൽ നിന്നും അവർക്ക് യുദ്ധത്തിന് വേണ്ടി ചിലവായ തുക ഈടാക്കുകയാണ് പൊതുവെ ചെയ്യാറുള്ളത്. എന്നാൽ ഇറാഖിൽ നിന്നും അത് അവർക്ക് നേടാൻ കഴിഞ്ഞില്ല. കാരണം യുദ്ധശേഷം അമേരിക്കയ്ക്ക് ഇറാഖിൽ നിന്നും കൊണ്ടുപോകാൻ കഴിയുമായിരുന്ന ഓയിൽ, അതായത് അവരുടെ ക്രൂഡ്, അത് ചൈനയ്ക്കും UK-ക്കുമൊക്കെയായി പങ്കുവെക്കേണ്ടി വന്നു. തന്നെയുമല്ല, ഇറാഖിൽ നിന്നും ഈ രാജ്യങ്ങൾക്ക് സൗജന്യമായി അത് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം. അവർക്ക് കുറച്ച് നികുതി ഇളവുകളാണ് അതിലൂടെ കിട്ടിയത്. അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ ലാഭകരമായിരുന്നില്ല യുദ്ധം. പിന്നെ അമേരിക്ക യുദ്ധം ചെയ്തത് ലിബിയയുമായാണ്. ലിബിയയിൽ അമേരിക്ക യുദ്ധം ചെയ്തു എന്ന് പറയാൻ കഴിയില്ല. അമേരിക്കൻ ഇടപെടൽ ഉണ്ടായി എന്ന് മാത്രമേ അതിനെ നമുക്ക് കാണാൻ കഴിയൂ. അമേരിക്കൻ ഇടപെടൽ കൊണ്ട് ലിബിയയുടെ പ്രസിഡന്റ് ആയിരുന്ന മുഹമ്മദ് ഗദ്ദാഫിയെ മറിച്ചിടുകയും പുതിയ ഒരു ഭരണകൂടത്തെ അവിടെ പ്രതിഷ്ഠിക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അല്ലാതെ അമേരിക്ക ഒരിക്കലും ആയുധം ഉപയോഗിച്ച് ലിബിയെ ആക്രമിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് യുദ്ധമെന്നും വിലയിരുത്താൻ കഴിയില്ല. ഈ ഭരണകൂട അട്ടിമറികൾ അമേരിക്ക പല രാജ്യങ്ങളിൽ നടത്തിയിട്ടുണ്ട്. ഗാട്ടിമാല, ചിലി, ഹോണ്ടുറാസ്, ബ്രസീൽ, വെനിസ്വേല, അതുപോലെ ഇന്തോനേഷ്യ, ഹൈത്തി, ബൊളീവിയ, നിക്കരാഗോ തുടങ്ങിയ രാജ്യങ്ങളിൽ അമേരിക്കയ്ക്ക് ഭരണകൂട അട്ടിമറികൾ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഉക്രൈനുമായി ചേർന്ന് റഷ്യയെ നേരിടാൻ അമേരിക്ക കുറച്ചെങ്കിലും അതൊരിക്കലും കഴിയാത്തൊരു കാര്യമായതുകൊണ്ട് അമേരിക്ക അവിടെ നിന്ന് പിന്മാറുകയാണ് ചെയ്തത്. പക്ഷെ ഒരിക്കലും അമേരിക്ക റഷ്യയുമായി ഒരു യുദ്ധമുണ്ടായിട്ടില്ല, ഉക്രൈനെ സഹായിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. വിജയവും പരാജയവും അമേരിക്കൻ യുദ്ധചരിത്രത്തിൽ മാറി മാറി വരുന്നത് കൊണ്ട് ഒരിക്കലും തോൽപ്പിക്കാൻ കഴിയാത്ത രാജ്യമാണ് അമേരിക്ക എന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. അപ്പോൾ അമേരിക്ക യുദ്ധം ചെയ്ത് തങ്ങളുടെ രാജ്യത്തെ താറുമാറാക്കും എന്നതല്ല ഒരു രാജ്യം അമേരിക്കയെ ഭയക്കാനുള്ള പ്രധാന കാരണം. 750-ലധികം വിദേശ താവളങ്ങൾ ഉൾപ്പെട്ട ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തി എന്നതിലുപരി അമേരിക്ക ലോകത്ത് ആധിപത്യം നേടുന്ന മറ്റു പല കാര്യങ്ങളുമുണ്ട്. അതാണ് അമേരിക്കൻ ശക്തി എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടത്. അതിലേറ്റവും പ്രധാനം ആഗോള വിനിമയ കറൻസിയായ ഡോളർ തന്നെയാണ്. ഇന്ന് ലോകത്ത് 80%-ലധികം രാജ്യങ്ങളും ആഗോള വിനിമയത്തിനായി ഉപയോഗിക്കുന്നത് ഡോളറാണ്. ഇങ്ങനെ ഡോളർ ഉപയോഗിക്കുന്നതാണ് അമേരിക്ക ഈ രാജ്യത്തിൻ്റെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ കാരണങ്ങളിലൊന്ന്. ഡോളർ എങ്ങനെയാണ് ഇന്റർനാഷണൽ കറൻസി ആയത് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ഒരു പൊതു കറൻസി എന്ന ആശയം മുന്നിൽ വന്നപ്പോൾ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ശക്തമായ സാമ്പത്തിക വ്യവസ്ഥയും ബാങ്കിംഗ് സംവിധാനങ്ങളും അമേരിക്കയ്ക്കാണ് അന്നുണ്ടായിരുന്നത്. ഇങ്ങനെ ഉറച്ച ഒരു സാമ്പത്തിക ഘടന അന്ന് ഡോളർ
സ്വർണവുമായി ഘടിപ്പിച്ചാണ് നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ മറ്റു രാജ്യങ്ങൾ ഈ ഡോളറുമായി അവരുടെ കറൻസികളെ ഘടിപ്പിക്കുകയാണ് ചെയ്തത്. അതിലൂടെയാണ് അവർ മൂല്യം നിശ്ചയിക്കാൻ തുടങ്ങിയത്. പിന്നീട് സ്വർണത്തിൽ നിന്ന് ഡോളർ മൂല്യത്തെ അമേരിക്ക പിൻവലിച്ചെങ്കിലും ഡോളറിനെ ആശ്രയിച്ചിരുന്ന രാജ്യങ്ങൾ കറൻസിയുടെ മൂല്യത്തെ ഡോളറിൽ നിന്നും വിടുവിക്കാൻ തയ്യാറായില്ല എന്നതും പ്രത്യേകം ശ്രദ്ധേയമാണ്. അതുകൊണ്ടാണ് ഇന്നും 80% രാജ്യങ്ങൾ ഈ ഡോളറിനെ ആശ്രയിക്കുന്നത്. ഈ ഡോളർ എന്നത് ശക്തമായ ഒരു സാമ്പത്തിക ഘടനയാണ്. അതുകൊണ്ട് തന്നെ അത് ലോകരാജ്യങ്ങളുടെ മേൽ അമേരിക്കൻ കരുത്തിനെ വർദ്ധിപ്പിക്കാൻ പ്രധാന കാരണമായി എന്നാണ് പറയേണ്ടത്. അതായത് അമേരിക്കയുമായി ഉടക്കിയ രാജ്യങ്ങൾക്ക് പോലും അന്താരാഷ്ട്ര വിനിമയങ്ങൾക്ക് ഡോളറിനെ ആശ്രയിക്കേണ്ടി വന്നു. എന്നാൽ ഇത് മാത്രമല്ല ഡോളറിനെ ആശ്രയിക്കാൻ മറ്റു രാജ്യങ്ങളെ പ്രേരിപ്പിച്ചത്. അതിനും മറ്റൊരു കാരണമുണ്ട്. 1970-കളിൽ സൗദി അറേബ്യയുമായി അമേരിക്ക ഒരു കരാറുണ്ടാക്കി. അതായത് അവരുടെ ക്രൂഡ് ഓയിൽ ഡോളറിൽ മാത്രമേ വിൽക്കാൻ പാടുള്ളൂ, പകരം അമേരിക്ക സൗദിക്ക് പ്രൊട്ടക്ഷൻ നൽകും എന്നുള്ള കരാറായിരുന്നു അത്. മാത്രമല്ല ഈ സൗദി അറേബ്യയ്ക്ക് അമേരിക്ക ആയുധങ്ങളും നൽകും. വിലക്കാണ് കേട്ടോ, വെറുതെ അല്ല. അതായത് കാശുള്ളവന്റെ വീട്ടിൽ ഗേറ്റിന് കാവൽ നിൽക്കാം എന്നുള്ള ഒരു എഗ്രിമെന്റ്. ശമ്പളം അരിയായിട്ട് തന്നാൽ മതി, ഞാൻ ചോറ് വെച്ച് എല്ലാവർക്കും കൊടുക്കാം, നിങ്ങളായിട്ട് ചോറ് വെച്ച് കൊടുക്കരുത് എന്നാണ് ഇതിന്റെ നമ്മുടെ നാടൻ ഭാഷ്യം. ഇത് കൊള്ളാമല്ലോ എന്ന് ഓർത്തപ്പോൾ ഒപ്പക്ക് രാജ്യങ്ങൾ മുഴുവൻ ഇതിലേക്ക് തള്ളിക്കയറി എണ്ണ ഡോളറിൽ മാത്രമേ വിൽക്കൂ എന്ന ഒരു തലത്തിലേക്കാണ് എത്തിച്ചത്. ഇവരിങ്ങനെ എത്താൻ കാരണം എണ്ണ വിൽക്കുന്നത് ഡോളറാന്ന് പറഞ്ഞാൽ മാത്രം മതി, അമേരിക്കയ്ക്ക് 10 പൈസ കൊടുക്കുകയും വേണ്ട, അവരിൽ നിന്നും പ്രൊട്ടക്ഷൻ കിട്ടും. ഇവരുടെ ഈ സമ്പത്ത് സംരക്ഷിക്കാൻ അമേരിക്കയെ പോലെ ശക്തമായ ഒരു രാജ്യമുള്ളത് കൊണ്ട് അവർക്ക് അതൊരു വലിയ പ്രശ്നമായി തോന്നിയില്ല. എന്നാൽ അമേരിക്കൻ ശക്തിയുടെ വടമാണ് ഈ പെട്രോ ഡോളർ കരാർ എന്ന് അറബികൾക്ക് മനസ്സിലായത് പിന്നീടാണ്. ആ സമയം ഇതിനെ എതിർക്കാൻ കഴിയാത്ത വിധം ഈ കരാർ അറബികളെ വലിഞ്ഞു മുറുക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ അറബ് രാജ്യങ്ങളിൽ നിന്ന് വാങ്ങുന്ന ക്രൂഡ് ഓയിലിന് ഡോളർ മാത്രമേ നൽകാൻ കഴിയുള്ളൂ, വേറൊന്നും അവർ സ്വീകരിക്കില്ല. അത് അമേരിക്ക സമ്മതിക്കില്ല എന്നുള്ളതാണ് വാസ്തവം. പിന്നെയുള്ള മറ്റൊന്ന് അമേരിക്കയുടെ ലോകം മുഴുവനുള്ള ട്രേഡിംഗ് സംവിധാനമാണ്. ഇതിലൂടെ അമേരിക്കയുടെ കണ്ണിൽപ്പെടാതെ ആർക്കും ആയുധങ്ങൾ വിൽക്കാനോ വാങ്ങാനോ കഴിയില്ല എന്നുള്ളതാണ്. എത്ര ഒളിച്ചു പിടിച്ചാലും അമേരിക്കൻ ബഹിരാകാശ മേൽക്കോയ്മയുടെ ബലത്തിൽ അവരത് കണ്ടെത്തും എന്നുള്ളതാണ് സത്യം. മൊസാദും അമേരിക്കൻ ചാര സംഘടനകളും ഇവയൊക്കെ കണ്ടെത്താൻ വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. സംശയാസ്പദമായ രീതിയിൽ ഏതെങ്കിലും രാജ്യം ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുകയോ തൊട്ടടുത്ത രാജ്യങ്ങൾക്ക് ഭീഷണി ഉയർത്തുകയോ ചെയ്യുന്നു എന്ന് കണ്ടാൽ അത് തടയാൻ അമേരിക്കയ്ക്ക് കഴിയുന്നതും അതുകൊണ്ട് തന്നെയാണ്. മറ്റൊന്ന്, ലോകം മുഴുവനുള്ള സ്വിഫ്റ്റ് സംവിധാനങ്ങൾക്ക് മേലുള്ള അമേരിക്കൻ സ്വാധീനമാണ്. വിനിമയം ഡോളറിൽ നടക്കുന്നത് കൊണ്ടാണ് ഈ ബാങ്കിംഗ് സിസ്റ്റത്തിൽ അമേരിക്കയ്ക്ക് മേൽക്കോയ്മ ഉണ്ടാകുന്നത്. ഇതിലൂടെ വേൾഡ് ബാങ്ക് പോലും അമേരിക്കൻ നിയന്ത്രണത്തിലാവുകയാണ് ചെയ്യുന്നത്. മറ്റ് രാജ്യങ്ങൾക്ക് അനുവദിക്കുന്ന ലോണുകളോ അതല്ല അവരുടെ നിക്ഷേപങ്ങൾ പോലും തടഞ്ഞു വെക്കാൻ ഇതിലൂടെ അമേരിക്കയ്ക്ക് കഴിയും എന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയ ദോഷം. ഇങ്ങനെ ഈ രാജ്യങ്ങൾക്ക് മേൽ ഒരു വിനിമയ ഉപരോധം അമേരിക്ക ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ആ രാജ്യം സാമ്പത്തികമായി തകരുന്നത് സ്വാഭാവികമായിരിക്കും. അതോടൊപ്പം തന്നെ ശത്രു രാജ്യങ്ങൾക്ക് മേൽ അമേരിക്കൻ പിടിവാശിയെ സഹായിക്കാൻ വീറ്റോ പവർ അവരുടെ മറ്റൊരു വലിയ ശക്തിയാണ്. അമേരിക്ക, റഷ്യ, ബ്രിട്ടൻ, ഫ്രാൻസ്, ചൈന എന്നീ രാജ്യങ്ങൾക്ക് മാത്രമേ വീറ്റോ പവർ ഉള്ളൂ. ഐക്യരാഷ്ട്രസഭ എടുക്കുന്ന ഏത് നിർണായക തീരുമാനത്തെയും ഈ വീറ്റോ പവർ ഉപയോഗിച്ച് തള്ളിക്കളയാൻ ഈ രാജ്യങ്ങൾക്ക് കഴിയും. മേൽപ്പറയപ്പെട്ട ഈ 5 രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒരു രാജ്യം വീറ്റോ പവർ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഏത് പ്രമേയവും തള്ളാൻ കഴിയും എന്നുള്ളതാണ് വസ്തുത. അമേരിക്കയാണ് ഈ വീറ്റോ പവറിനെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഗസയിലെ കുട്ടികൾക്ക് ഭക്ഷണം എത്തിക്കാനുള്ള UN തീരുമാനത്തെ പോലും വീറ്റോ ചെയ്ത രാജ്യമാണ് അമേരിക്ക. ഈ ശക്തിയും കൂടി ഉള്ളതുകൊണ്ട് ലോകത്തെ എന്ത് വൃത്തികേടും ചെയ്യാൻ അമേരിക്കയെ പ്രേരിപ്പിക്കുന്നു. ഒരു രാജ്യത്തെ ആക്രമിക്കണമെന്ന് അമേരിക്ക തീരുമാനിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ഭരണകൂടത്തെക്കുറിച്ച് അപവാദ കഥകൾ ഉണ്ടാക്കുക എന്ന തന്ത്രമാണ് അമേരിക്ക ആദ്യം പ്രയോഗിക്കുക. അതിനായി അമേരിക്കൻ ചാര സംഘടനകളും ഇസ്രായേലിന്റെ മൊസാദും ചേർന്നുകൊണ്ട് ആ രാജ്യത്തെ കുഴപ്പങ്ങൾ സൃഷ്ടിക്കും. ഭരണകൂട വിരുദ്ധരെ വിലക്കെടുത്തുകൊണ്ട് അവർക്ക് ആയുധം നൽകി ഭരണകൂടവുമായി യുദ്ധം ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കും. ഒപ്പം ഭരണാധികാരികൾ നടത്തുന്ന കൊലപാതകങ്ങളെക്കുറിച്ചും മനുഷ്യാവകാശ ധ്വംസനങ്ങളെക്കുറിച്ചും അവരുടെ സുഖലോലുപതകളെ കുറിച്ചുമൊക്കെ പൊടിപ്പും തൊങ്ങലുമുള്ള കഥകൾ ഉണ്ടാക്കി ലോകത്തെ വിശ്വസിപ്പിക്കും. അതിനായി അവർ നിരന്തരമായി അവരുടെ മീഡിയകളെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ പ്രധാനമായിട്ടും ബ്രിട്ടീഷ് അമേരിക്കൻ മാധ്യമങ്ങളാണ് ഈ ദൗത്യം ഏറ്റെടുക്കുന്നത്. ഇവർ ഇത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ മറ്റുള്ള ലോകത്തുള്ള മറ്റു മീഡിയകളും ഇതിനെ ഫോളോ ചെയ്ത് കണ്ട് അതിന് വളരെയധികം പ്രചാരം ലഭിക്കും. ഇപ്പോൾ BBC-യോ CNN-ഓ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യത്തിന് വളരെ ആധികാരികത ലഭിക്കും. അതുകൊണ്ട് തന്നെ ഈ മീഡിയകളാണ് ഇതൊക്കെ തന്നെ ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത്. ആ രാജ്യം വളരെ മോശമാണ്, അവർ ജനങ്ങളോട് മോശമായിട്ട് പെരുമാറുന്നു, അതുകൊണ്ട് ഈ രാജ്യത്തെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം, ഈ ഭരണകൂടത്തെ ഒഴിവാക്കണം എന്നൊക്കെ അവർ അതിനെ പ്രചരിപ്പിച്ച് മറ്റൊരു തരത്തിൽ വിശദീകരണം നൽകി ജനത്തെ അങ്ങ് വിശ്വസിപ്പിക്കുക എന്നുള്ളതാണ്. ഈ ലോകത്തെ ഇസ്ലാമോഫോബിയൊക്കെ പടരാൻ പ്രധാന കാരണം ഇതൊക്കെ തന്നെയാണ്. മുസ്ലിങ്ങളെക്കുറിച്ച് വളരെ മോശമായ കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ട് അവർ അവരുടെ ലക്ഷ്യത്തിനായി പ്രവർത്തിക്കുന്നു.
അതായത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ അവർക്ക് എന്തും ചെയ്യാനുള്ള പരുവത്തിലേക്ക് ആക്കാൻ വേണ്ടി മുസ്ലിങ്ങൾ കുഴപ്പക്കാരാണ്, തീവ്രവാദികളാണ്, ഭീകരരാണ് എന്ന് വരുത്തി തീർക്കാൻ ഇവരിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു പരിധി വരെ അവർ വിജയിച്ചിട്ടുമുണ്ട്. മുസ്ലിങ്ങൾ ഭീകരരാണ് എന്നാണ് ലോകം വിശ്വസിക്കുന്നത്. അത് ഈ മീഡിയകളുടെ പ്രവർത്തനമാണ്. അങ്ങനെ ഈ രാജ്യത്തെ ആക്രമിക്കാനുള്ള ഒരു അനുകൂല സാഹചര്യം ഒരുങ്ങിക്കഴിഞ്ഞാൽ അമേരിക്ക UN ഇതിനെക്കുറിച്ച് ഒരു പ്രമേയം അവതരിപ്പിക്കുകയാണ് ചെയ്യുക. ശത്രുരാജ്യം എല്ലാവർക്കും ഭീഷണിയാണ് എന്ന് അവർ വിശദീകരിക്കുന്നതോടെ ഈ വീറ്റോ പവറുള്ള രാജ്യങ്ങൾക്ക് പോലും ഇതിനെ എതിർക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയുണ്ടാകും. അങ്ങനെയാണ് അമേരിക്ക ഓരോ രാജ്യത്തും പോയി യുദ്ധങ്ങൾ ചെയ്യുന്നത്. ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും ഇറാനിലും എല്ലാം സംഭവിക്കുന്നത് അത് തന്നെയാണ്. ഇവരെ ആദ്യം ഒരു ഭീകര രാഷ്ട്രത്തിൻ്റെ പട്ടികയിലേക്ക് പെടുത്തിക്കൊണ്ട് UN അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ആർക്കും അതിനെ എതിർക്കാൻ കഴിയില്ല. ഇനി എതിർക്കുന്നവർക്ക് വേണമെങ്കിൽ മിണ്ടാതിരിക്കാം, അല്ലാത്തവർക്ക് വേണമെങ്കിൽ കൂടാം. ആ ഒരു നിലപാടാണ് അമേരിക്ക സ്വീകരിക്കുന്നത്. മിണ്ടാതിരിക്കാനും കഴിയില്ല, അവരൊക്കെ സഹായമൊക്കെ ചെയ്യേണ്ടി വരും. അതൊരു യൂണിയൻ ആയതുകൊണ്ട് എല്ലാവരും സഹകരിക്കേണ്ടി വരും. അവർക്ക് നേരിട്ട് വേണമെങ്കിൽ യുദ്ധത്തിൽ പങ്കെടുക്കാതിരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഇതിനെല്ലാം മേലെ ആധുനിക യുഗത്തിലെ സകല മീഡിയകൾ കൂടി പൂർണ്ണമായും അമേരിക്കയെ ആശ്രയിച്ചുള്ളതാണ് എന്ന് പറയുമ്പോൾ ലോകം ഒരിക്കലും ഇവരുടെ പിടിയിൽ നിന്നും വഴുതി പോവില്ല എന്നതാണ് വാസ്തവം. ഇപ്പോൾ തന്നെ ഹോളിവുഡ്, CNN, യൂട്യൂബ്, നെറ്റ്ഫ്ലിക്സ് തുടങ്ങി ഭൂമിയിൽ മനുഷ്യൻ നേടുന്ന മുഴുവൻ അറിവുകളും അവർ പറയുന്ന അഭിപ്രായങ്ങൾ പോലും അമേരിക്കൻ നിയന്ത്രണത്തിലുള്ളതാണ് എന്നുള്ളതാണ് സത്യം. ഇന്റർനെറ്റോ AI ഒന്നും ഇനി മനുഷ്യ ജീവിതത്തിൽ നിന്നും ഒരിക്കലും എടുത്തു മാറ്റാൻ കഴിയാത്ത വിധം മനുഷ്യരെ അത് അവരുടെ നെറ്റ്വർക്കിനുള്ളിലാക്കിയിരിക്കുകയാണ്. ഇങ്ങനെ ഏത് കാര്യം നമ്മളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ പോലും അതിലെല്ലാം ഒരു അമേരിക്കൻ ഇടപെടലുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഇതിനെല്ലാം നമുക്ക് പ്രത്യേകം എടുത്ത് പറയാൻ കഴിയില്ല. ഞാനിപ്പോൾ പ്രധാനമായും 3-4 കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇങ്ങനെ ഈ അമേരിക്കൻ ഇടപെടലുള്ളത് കൊണ്ട് തന്നെയാണ്, അതിനെ വിടുവിക്കാൻ കഴിയാത്തത് കൊണ്ട് മാത്രമാണ് അമേരിക്കയെ ലോകത്ത് എല്ലാവരും ഭയക്കുന്നത് എന്നുള്ളതാണ്. ലോകത്തുള്ള ഏത് സിസ്റ്റം പോലും പ്രവർത്തിക്കണമെങ്കിൽ അമേരിക്കൻ ഇന്റർനെറ്റ് ഉപയോഗിക്കേണ്ടതുണ്ട്. അതിൽ നിന്നും കുറച്ച് മാറ്റമുള്ള ചൈനയും കൊറിയയും മാത്രമേ ഉള്ളൂ. ഈ കൊറിയയൊക്കെ ചൈനയുടെ നെറ്റാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ അത് ഒരിക്കലും ലോകവ്യാപകമായിട്ടില്ല, അല്ലെങ്കിൽ അത്രയും സ്വീകാര്യമായിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ കുഴപ്പം. അതായത് അമേരിക്കയെ സംബന്ധിച്ച് ഇന്ന് ഒരു രാജ്യത്തെ ആധുനീകരിക്കാനും അവരെ അതിപുരാതന കാലത്തേക്ക് തള്ളിവിടാനും കഴിയും എന്നുള്ളതാണ് സത്യം. ലോകത്തുള്ള മനുഷ്യബുദ്ധിയെ മുഴുവൻ വിലക്കെടുത്ത് അവയെ കൂട്ടിയിണക്കി പ്രവർത്തിച്ച് ഫലമുണ്ടാക്കാനുള്ള അമേരിക്കൻ കഴിവാണ് ഇന്ന് അമേരിക്കയെ ലോകത്തിന്റെ നെറുകയിൽ എത്തിച്ചത് എന്ന് പറയേണ്ടതുണ്ട്. അതല്ലാതെ ആയുധങ്ങളുടെ ശക്തിയോ ആരെയും അടിച്ചമർത്താനുള്ള ഈ ഗുണ്ടാ സംഗമോ ഒന്നുമല്ല അവർക്ക് ഇന്ന് ലോകത്ത് ആധിപത്യം നേടാനുള്ള പ്രധാന കാരണം. പറഞ്ഞാൽ അനുസരിക്കാത്തവനെ അവരടിച്ചൊതുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ എല്ലാ രാജ്യത്തും പോയി യുദ്ധം ചെയ്യാൻ കഴിയുമോ? ഇപ്പോൾ ഇന്ത്യയായിട്ട് അമേരിക്കയ്ക്ക് ഒരു യുദ്ധം ചെയ്യാൻ കഴിയില്ല. കാരണം ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമാണ്. അപ്പോൾ ഇന്ത്യയെ മറ്റു രീതിയിലായിരിക്കും അമേരിക്ക അറ്റാക്ക് ചെയ്യുന്നത്. നമ്മളെ വേണമെങ്കിൽ സാമ്പത്തിക ഉപരോധത്തിലാക്കാം. അതുകൂടാതെ നമ്മൾ ഇന്ന് ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന നെറ്റ്വർക്കുകൾ അതെല്ലാം അമേരിക്കയുടെ സ്വന്തമാണ്. അതിനെയൊക്കെ വേണമെങ്കിൽ അവർക്ക് തടസ്സപ്പെടുത്താൻ കഴിയും. അതല്ലാതെ ഇന്ത്യയിൽ വന്നിട്ട് അമേരിക്ക ഒരു യുദ്ധം ചെയ്യണമെന്നൊന്നുമില്ല. കാരണം യുദ്ധം ചെയ്ത് കുറേ ആൾക്കാരെ കൊല്ലുന്നതിനേക്കാൾ അതിമാരകമായ രീതിയിൽ ഇന്ത്യയെ പരിക്കേൽപ്പിക്കാൻ അമേരിക്കയ്ക്ക് കഴിയും. ഇന്ത്യയെ തകർക്കാൻ കഴിയും. നമ്മളെ സാമ്പത്തികമായും സാമൂഹികമായും പല രീതിയിലും അമേരിക്കയ്ക്ക് വേണമെങ്കിൽ തകർക്കാം. അത് ഇന്ത്യ എന്നല്ല, ലോകത്തെ ഒരുവിധപ്പെട്ട രാജ്യങ്ങളെ മുഴുവൻ അങ്ങനെ ചെയ്യാൻ കഴിയും. ഇങ്ങനെ അനേകം കഴിവുകളുടെ ഒരു ആകെത്തുകയാണ് അമേരിക്ക എന്ന രാജ്യം. അതാണ് അവരെ ശക്തിയാക്കുന്നതും. അതുകൊണ്ട് തന്നെയാണ് അവരെ ലോകം മുഴുവൻ ഭയക്കുന്നതും. എന്നാൽ ഈ ശക്തിയെ പിളർത്താനുള്ള ശ്രമം മറുഭാഗത്ത് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അതിൽ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിന് മുന്നിൽ നിൽക്കുന്നത് ഇന്ത്യ തന്നെയാണ്. ഇന്ത്യ ഒരു വൻ ശക്തിയാണെന്ന് പറയുമ്പോൾ അതിനെ പരിഹസിക്കുന്നവരുണ്ടാകാം. എന്നാൽ അത് ഒരു യാഥാർത്ഥ്യമാണ് എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ട്. നമ്മൾ ശക്തിയാകുന്നത് എങ്ങനെയാണെന്നും അത് അമേരിക്കയ്ക്കെതിരായി എങ്ങനെയാണ് നമ്മൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ നിങ്ങളോട് പറയുന്നതായിരിക്കും. ഏതായാലും ഞാനിവിടെ ഇത് അവസാനിപ്പിക്കുകയാണ്. വീണ്ടും കാണാം.